പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. കരം ഉയർത്തി കർത്താവിനോട് നന്ദി പറ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം കർത്താവ് തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ. കർത്താവെ, രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാകും. അങ്ങയുടെ കരത്തിനൊന്നും അസാധ്യമായിട്ടില്ല. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനായ ദൈവമാകിയാൽ സ്തോത്രം. ആ മുഖത്തേക്ക് നോക്കുന്ന എല്ലാവരെയും അങ്ങ് പ്രകാശിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അബ്ബാ, അങ്ങേ ആരാധിക്കുന്നു. അബ്ബാ, അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് മാറാത്തവൻ. അങ്ങേ ആരാധിക്കുന്നു. അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആ മുഖത്തേക്ക് നോക്കി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആരാധിക്കുക. വിശ്വസ്തനായ ഞങ്ങളുടെ പിതാവിനെ ആരാധിക്കുന്നു. കരുണാമയനായ ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹനിധിയായ ഞങ്ങളുടെ പിതാവിനെ ആരാധിക്കുന്നു. ഓ, താങ്ക് യു അപ്പ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമറിയുന്ന ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് മനസ്സലിവും ദയയും കരുണയും ഉള്ളവനാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് മഹത്വം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 18-ാം സങ്കീർത്തനം. എൻ്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു. എൻ്റെ ദൈവവും എൻ്റെ ശരണമാക്കുന്ന എൻ്റെ പാറയും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. കരമുയർത്തി പറ. യഹോവ എൻ്റെ ശൈലമാകുന്നു. സ്തോത്രം. എൻ്റെ കോട്ടയാകുന്നു. സ്തോത്രം. എൻ്റെ രക്ഷകനാകുന്നു. സ്തോത്രം. എൻ്റെ ദൈവവും. ആമേൻ. ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്തു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതി പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. രോഗമുള്ള ഭാഗത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. അതുപോലെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവികമായ ഒരു അത്ഭുതം നടക്കണം. ഒരു മിറക്കിൾ വെയിൽ, ഒരു അത്ഭുതകരമായ വഴിയിലൂടെ ആ സാമ്പത്തിക ക്ലേശങ്ങൾ അങ്ങ് മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവെ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമാധാന പ്രഭു ആകിയാൽ സ്തോത്രം. സമാധാനം കെടുത്തുന്ന സകലതും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയൊരു മാറ്റം ലോകവ്യാപകമായി കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ മീറ്റിംഗ് വളരെ അനുഗ്രഹമാക്കി തന്ന കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു കർത്താവിൻ്റെ കൃപയാൽ. അതിനായിട്ട് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നലെ പങ്കെടുത്ത നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വെച്ചാൽ നാളെ വീണ്ടും അതേസമയം ഇന്ത്യൻ സമയം 9:30 നമുക്ക് പ്രത്യേകമായി ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അത്ഭുതങ്ങളിലൂടെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലൂടെ വേഗത്തിൽ ധ്യാനിക്കാം. ഇന്ന് പരിശുദ്ധമാവ് തന്നിരിക്കുന്നത് സങ്കീർത്തനം 72:6. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. ആമേൻ. അതായത് അരിഞ്ഞ പുൽപ്പുറം എന്ന് പറഞ്ഞാൽ വെട്ടിയ പുല്ലിന്മേൽ. ഇത് ഒരു
ഒരു ഒരു ഒരു മനോഹരമായ ഒരു ആത്മീക ചിത്രമാണ്. ആമേൻ. ദൈവ സാന്നിധ്യം മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റമാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. വെട്ടിയ പുല്ലെന്ന് പറഞ്ഞാൽ, വെട്ടിയ പുല്ലിന്മേൽ പെയ്യുന്ന മഴയെന്ന് പറഞ്ഞാൽ, വെട്ടിയ പുല്ലെന്നത് ഒരു പ്രയാസകരമായ കാലത്തിലൂടെ കടന്നു പോയതിൻ്റെ ചിത്രമാണ് വെട്ടിയ പുല്ല്. നമ്മളിപ്പം മുറ്റത്ത് നിൽക്കുന്ന പുല്ല് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വെട്ടപ്പെട്ട് കഴിക്കുമ്പോൾ അതങ്ങ് താഴോട്ട് പോകും. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിനെ വളർച്ച അവസാനിച്ചതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത നഷ്ടപ്പെട്ടു, ഒരു മുട്ടക്കുന്ന് പോലായി, ഒരു ഭംഗിയില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ മഴ വരുമ്പോൾ എന്നാ പറ്റും? വെട്ടിയ പുല്ല് വീണ്ടും പച്ച പിടിക്കും. അതുപോലെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നാം ക്ഷീണിച്ചു പോകാം, തളർന്നു പോകാം, എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ അതെല്ലാം മാറി വീണ്ടും വളർച്ച ആരംഭിക്കും. നമുക്ക് അവസാനമെന്ന് തോന്നിയെടുത്തുനിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യും? അവിടെ വീണ്ടും വളർച്ച തരുന്ന ദൈവമാണ്. അപ്പോൾ ഇവിടെ ആ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. 2, ഭൂമിയെ നനയ്ക്കുന്ന ചാറ്റൽ മഴ പോലെ എന്നല്ല, വൻമഴ പോലെ. ഹല്ലേലൂയ. ഒരു തുള്ളി മഴയെക്കുറിച്ചല്ലല്ലോ പറഞ്ഞേ, വലിയ മഴ, ഭൂമിയെ നനയ്ക്കുന്ന ഭയങ്കര മഴ വരുമ്പോൾ വരണ്ട ഭൂമിക്ക് എന്ത് ചെയ്യും? പുതുജീവനുണ്ടാകും. വിത്തുകൾ മുളയ്ക്കുന്നു, ചെടികൾ വളരുന്നു, ഫലം ഉണ്ടാകുന്നു. അപ്പം ആ വരണ്ട് കിടക്കുന്ന ഭൂമി എന്ത് ചെയ്യുക? ജീവൻ പ്രാപിക്കുക. അവിടെ വരണ്ട് കിടക്കുകയായിരിക്കാം, പല വിത്തുകളൊക്കെ വീണിട്ടുണ്ട്. ഈ പക്ഷി ഈ ഫലങ്ങളൊക്കെ തിന്നിട്ട് വിത്തുകളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക? വരണ്ട് കിടക്കുന്നത് കാരണം ഇതിനൊന്നും കിളിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു മഴ പെയ്ത് കഴിയുമ്പോഴോ ഈ ഭൂമി അങ്ങ് കുതിരും. അപ്പോൾ തന്നെ വിത്തുകൾ മണ്ണിൻ്റെ അടിയിലോട്ട് പോകും. അതിനുശേഷം ഇതെന്ത് ചെയ്യും? കിളിച്ചു വരുവാൻ കാരണമാകും. അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള വരൾച്ചയ്ക്ക് പകരം പുതുമ വരാൻ തുടങ്ങും. ക്ഷീണത്തിന് പകരം ശക്തി വരുവാൻ തുടങ്ങും. ശൂന്യതയ്ക്ക് പകരം ഫലപുഷ്ടമായ അനുഭവത്തിലേക്ക് വരും. പ്രതീക്ഷയില്ലായ്മയ്ക്ക് പകരം പ്രത്യാശ വരാൻ തുടങ്ങും. നിശ്ചലതയ്ക്ക് പകരം വളർച്ച വരുന്നു. ആമേൻ. അപ്പോൾ ഭൂമിക്ക് സ്വയമായി എന്തുണ്ടാക്കാൻ കഴിയത്തില്ല? മഴയുണ്ടാക്കാൻ കഴിയത്തില്ല. പക്ഷേ മഴ സ്വീകരിക്കുക ചെയ്യുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവ സാന്നിധ്യത്തെ സ്വീകരിപ്പാൻ കഴിയും. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, കർത്താവിനെ ആരാധിക്കുമ്പോൾ, ആമേൻ, നമ്മൾ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലേക്ക് ആ ദൈവ സാന്നിധ്യത്തെ പകരുവാൻ കാരണമായി തീരും. ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്തു വരും? അത് നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാത്തിനേക്കാളും അധികം ദൈവ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നവരായിത്തീരുക, സാന്നിധ്യത്തെ ബഹുമാനിക്കുന്നവരായിത്തീരുക, സാന്നിധ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ മൂടണമേ. നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുക. അവൻ മഹത്വം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് നമ്മളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇപ്പം ഒരു ലൈറ്റിൻ്റെയൊക്കെ കറണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ സ്വിച്ച് ഇടുമ്പോഴാണ് ഈ ലൈറ്റ് കത്തുന്നത്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യമുണ്ട്. അത് നമ്മളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വരൾച്ചകൾക്കും മാറ്റം വരും. നമ്മുടെ ജീവിതത്തിലെ ഇന്ന് നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരും. യഥാർത്ഥമായ ദൈവ സാന്നിധ്യം നമ്മളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാര്യങ്ങൾ ഉയർത്തിയിടണം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനായിട്ട് സ്തോത്രം. എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തിക്കായിട്ട് സ്തോത്രം. അതിനിലൂടെ വെളിപ്പെടുന്നതിന് സ്തോത്രം. എൻ്റെ സാഹചര്യങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്താൽ അവൻ എല്ലാ വരണ്ടിരിക്കുന്ന അനുഭവങ്ങളും മാറട്ടെ. എൻ്റെ ബിസിനസ്സിൽ ദൈവ സാന്നിധ്യം അവൻ നിറഞ്ഞു നിൽക്കുന്നതിന് സ്തോത്രം. ആ ബിസിനസ്സിലെ എല്ലാ സ്റ്റാഗ്നേഷനുകളും മാറട്ടെ. എല്ലാ തരത്തിലുള്ള ക്ഷീണങ്ങളും മാറട്ടെ. ജോലിയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിന് രൂപാന്തരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. എൻ്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് സ്തോത്രം പറയണം. ആമേൻ. ദൈവ സാന്നിധ്യം ബഹുമാനിക്കണം. കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നമ്മൾ മാറി നിൽക്കണം. സാന്നിധ്യത്തെ കെടുത്തുന്ന പരിപാടികൾക്ക് പോകല്ലേ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ സാന്നിധ്യത്തെ നമ്മൾ നകറ്റും. ആമേൻ. അതിനിടെ വരാതെ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യത്തെ നമ്മൾ ബഹുമാനിക്കുകയും അക്നോളജ് ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാകും കേട്ടോ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ അരിഞ്ഞ മുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ സകല കാര്യങ്ങളിലും
വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിയിട്ട് പറ, ഹല്ലേലൂയ. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.